അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി വഅലൈഹി വസല്ലം. അപ്പോൾ നമ്മൾ കീമിയയെ കുറിച്ച് പഠിക്കാൻ വളരെ ആഗ്രഹമുള്ള കുട്ടികളെയും കൊണ്ട് പിതാവ് നിസ്കാരം കഴിഞ്ഞ് പുറപ്പെട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോ നമുക്കൊന്ന് നോക്കാം ബാക്കി. വലം യസൽ ആയിക്കൊണ്ടേയിരുന്നു അബൂഹും അവരുടെ പിതാവ്. വലം യസൽ ലം യസൽ ആയിക്കൊണ്ടേയിരുന്നു അബൂഹും അവരുടെ പിതാവ് ആയിക്കൊണ്ടേയിരുന്നു. എന്ത്? യസീറു ബിഹിം അവരെ കൊണ്ട് സഞ്ചരിക്കുന്നവനായിക്കൊണ്ടേയിരുന്നു. മനസ്സിലാകുന്നുണ്ടല്ലോ? ലം യസൽ അബൂഹും യസീറു ബിഹിം അവരെ കൊണ്ട് സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നവരായിക്കൊണ്ടിരുന്നു. ആര്? പിതാവ്. ആരെ കൊണ്ട്? തന്റെ മക്കളെയും കൊണ്ട് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നവനായിരുന്നു. ഒരു വഴിക്ക് ശേഷം മറ്റൊരു വഴി, അഥവാ ഒരു വഴി കഴിഞ്ഞ് പിന്നെ അടുത്ത വഴി, അങ്ങനെ വ്യത്യസ്ത വഴികളിലൂടെ പിതാവ് സഞ്ചരിച്ചു കൊണ്ടേയിരുന്നു. ദീർഘമായ സഞ്ചാരം നടത്തിക്കൊണ്ടേയിരുന്നു. ഹത്ത അങ്ങനെ അവസാനം അവരെ കൊണ്ട് നിന്നു. മനസ്സിലാകുന്നുണ്ടോ? ഹത്ത അവസാനം ഏതുവരെ സഞ്ചരിച്ചു? അവരെ കൊണ്ട് നിൽക്കുന്നത് വരെ, അവരെ നിർത്തുന്നത് വരെ. എവിടെ? ഒരു പാടം. മനസ്സിലായോ? പാടം. ചിലരെങ്ങനെ എഴുതും? പാഠം. മനസ്സിലായോ? ഇത് തെറ്റാണ്. ഇതാണ് അർത്ഥത ചാപ്റ്റർ. മനസ്സിലായോ? ഇത് ഫീൽഡ്. മനസ്സിലാകുന്നുണ്ടല്ലോ? പാടത്തിലേക്ക്. മനസ്സിലായോ? പാടത്തിന്റെ അരികിലേക്ക് അവരെ കൊണ്ട് നിൽക്കുന്നത് വരെ ധാരാളം സമയം സഞ്ചരിച്ചു കൊണ്ടേയിരുന്നു. എങ്ങനത്തെ പാഠമാണ്? അതിനെ ഉഴുതുന്നു. മനസ്സിലായോ? എന്താകുന്നു? ഉഴുതുന്നു. ആര്? ആ പാടത്തെ ഉഴുതുന്നു. ആര് ഉഴുതുന്നു? അൽ ഫല്ലാഹു കർഷകൻ ഉഴുതി മറിക്കുന്നു. മനസ്സിലായോ? വഫിയദിഹി അവന്റെ കയ്യിലുണ്ട്. എന്ത്? സിക്കത്തുൻ. സിക്കത്ത് ജമ് സിക്കത്ത്. മനസ്സിലായോ? സിക്കത്ത് ജമ് സിക്കത്ത്. ഈ കലപ്പ ഉണ്ടല്ലോ, ആ കലപ്പയുടെ ഈ ഉഴുതുന്ന ഭാഗത്തിനാന്ന് പറയാ, കലപ്പയുടെ ഉഴുതുന്ന ഭാഗം, അതിനെന്താ പറയാ? സിക്കത്ത്. മനസ്സിലായോ? ആ കലപ്പയുടെ ഉഴുതുന്ന ഭാഗം ആരുടെ കയ്യിലുണ്ട്? കർഷകന്റെ കയ്യിലുണ്ട്. ആ അവസ്ഥയിൽ ആ പാടത്തെ കർഷകൻ ഉഴുതി മാറിക്കുന്നു. മനസ്സിലാകുന്നുണ്ടല്ലോ? അഫിയദിഹി ആ കർഷകന്റെ കയ്യിലുണ്ട്. എന്ത്? സിക്കത്ത്. ഒരു കലപ്പ പാടം ഉഴുതി മറിക്കാൻ ഉപയോഗിക്കുന്ന കലപ്പയുടെ ഒരു ഭാഗം ആരുടെ കയ്യിലുണ്ട്? കർഷകന്റെ കയ്യിലുണ്ട്. കലപ്പയുടെ ആ ഉഴുതുന്ന ഭാഗം ഉണ്ടല്ലോ, മനസ്സിലായോ? ഇങ്ങനെ കലപ്പ ഉണ്ടാകാം അല്ലെ? അപ്പൊ ഈ ഉഴുതുന്ന ഭാഗത്തിന് എന്താ പറയാ? സിക്കത്ത്. മനസ്സിലായോ? ആ ഉഴുതുന്ന ഭാഗമുണ്ട്. ആ ഉഴുതുന്ന ഭാഗമുണ്ട് ആരുടെ കയ്യിൽ? കർഷകന്റെ കയ്യിൽ. മനസ്സിലായോ? അഥവാ കലപ്പയുടെ ഒരു ഭാഗം ആരുടെ കയ്യിലുമുണ്ട്? കർഷകന്റെ കയ്യിലുമുണ്ട്. ആ അവസ്ഥയിൽ കർഷകൻ പാടത്തെ ഉഴുതി മറിക്കുന്നു. ഫഖാലൽ വാലിദു അപ്പോൾ പിതാവ് പറഞ്ഞു, അൽ കീമിയാഹു ഈ രസതന്ത്രം എന്നുള്ളത്, യാ ഔലാദി എന്റെ മക്കളെ, രസതന്ത്രമാകുന്നത് തഹ്തസിക്കത്തിൽ മിഹ്റാസ് ഈ കലപ്പയുടെ, മിഹ്റാസ് എന്ന് പറഞ്ഞാൽ ഉഴുതി മറിക്കാൻ ഉപയോഗിക്കുന്ന ആയുധം, അതാണ് എന്ത്? കലപ്പ. മനസ്സിലായോ? ഈ കലപ്പയുടെ കലപ്പയുടെ ഈ ഉഴുതാൻ ഉപയോഗിക്കുന്ന ആ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്തിന്റെ അടിഭാഗത്താണ് എന്തുള്ളത്? ഈ കീമിയാവ് സ്ഥിതി ചെയ്യുന്നത്. മനസ്സിലായോ? തഹ്തസിക്കത്തിൽ മിഹ്റാസ് ഈ കലപ്പയുടെ, മിഹ്റാസ് എന്ന് പറഞ്ഞാൽ കലപ്പ, ആ കലപ്പ സിക്കത്ത് എന്ന് പറഞ്ഞാല് ഈ കലപ്പയിൽ നിന്നും ആ നിലം എഴുതാൻ ഉപയോഗിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അതിനെന്താ പറയാ? സിക്കത്ത്. അപ്പൊ ഇതിന്റെ ചുവട്ടിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? മിഹ്റാസ് അൽ കീമിയാവ് സ്ഥിതി ചെയ്യുന്നത് ഉള്ളത് എന്ന് പിതാവ് തന്റെ മക്കളോട് പറഞ്ഞു. അപ്പോ കുട്ടികൾ അത്ഭുതപ്പെട്ടു പോയി. അങ്ങനെ എന്ത് ചെയ്തു? വിശദീകരണം തേടി. മനസ്സിലായോ?
വിശദീകരണം തേടി. ആരെ? വസ്തഫ്സറു, ആ കുട്ടികൾ വിശദീകരണം തേടി. ആരോട്? തന്റെ ഇസ്തഫ്സറു, അവരെന്ത് ചെയ്തു? വിശദീകരണം തേടി. ആരോട്? അബാഹും, അവരുടെ ഉപ്പയോട് വിശദീകരണം തേടി. അപ്പോൾ എന്താണ് നിങ്ങൾ പറഞ്ഞതെന്ന് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഫഖാലൽ വാലിദു, ഉപ്പ പറഞ്ഞു, അലം അസ്മഅകും തഖൂലൂന, അലം അസ്മഅ, ഞാൻ കേട്ടിട്ടില്ലയോ, കും, നിങ്ങളെ ഞാൻ കേട്ടിട്ടില്ലയോ, എന്തായിട്ട്? തഖൂലൂന, നിങ്ങൾ പറയുന്നതായി ഞാൻ നിങ്ങളെ കേട്ടിട്ടുണ്ടല്ലോ. അൽ കീമിയാവു, ഈ രസതന്ത്രം, അൽ കീമിയാവ് എന്നുള്ളത് യുഹബ്ബിലു, അതുണ്ടാവുന്നു. ഹവ്വല യുഹബ്ബിലു, മാറ്റിമറിക്കുന്നു. എന്തിനെ? അത്തുറാബ, മണ്ണിനെ മാറ്റിമറിക്കുന്നു. എന്തായിട്ട്? ദഹബൻ, സ്വർണമായിക്കൊണ്ട്. കീമിയാ, മണ്ണിനെ സ്വർണത്തിന്റെ തരികളായി, മൺതരികളെ പൊൻതരികളാക്കി മാറ്റിമറിക്കുമെന്ന് നിങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. മനസ്സിലായോ? അപ്പൊ അൽ കീമിയാവു, രസതന്ത്രം, കീമിയാവ്, യുഹബ്ബിലു തുറാബ, മണ്ണിനെ മാറ്റിമറിക്കുന്നു. എന്തായിട്ട്? ദഹബൻ, സ്വർണമായിട്ട് മാറ്റിമറിക്കുന്നു നിങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടല്ലോ. അലാ യുഹബ്ബിലു ഹാദ തുറാബു, അലാ യതഹബ്ബലു, മാറി മറിയുന്നില്ലേ? ഹാദ തുറാബു, ഈ മണ്ണ്. മനസ്സിലായോ? ഈ മണ്ണ് മാറി മറിയുന്നില്ലയോ? എന്തായിട്ട്? ദഹബൻ, സ്വർണമായി ഈ മണ്ണ് മാറി മറിയുന്നുണ്ടല്ലോ. ബഅദ അയ്യാമിൻ, യൗമുൻ ജമഅ അയ്യാമ്, ദിവസങ്ങൾക്ക് ശേഷം. മനസ്സിലാകുന്നുണ്ടല്ലോ? മൺതരികൾ പൊൻതരികളായി മാറി മറിയുന്നുണ്ടല്ലോ. ബഅദ അയ്യാമിൻ, ദിവസങ്ങൾക്ക് ശേഷം. ബൽ, എന്നല്ല, അഅലാ മിനൽ ദഹബി, സ്വർണത്തിനേക്കാളും ഉയർന്നതായിട്ട്. മനസ്സിലായോ? സ്വർണ്ണമല്ല, സ്വർണത്തിനേക്കാളും മേലെയുള്ള ഒരു വസ്തുവായിക്കൊണ്ട് ഈ മൺതരികൾ ആയി പൊൻതരിയല്ല, അതിലും വലുതായി മാറി മറിയുന്നുണ്ടല്ലോ എന്ന് പിതാവ് പറഞ്ഞു. മനസ്സിലാവുന്നല്ലോ? അലം അസ്മഅകും തഖൂലൂന, നിങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടല്ലോ. എന്തൽ കീമിയാവു യുഹബ്ബിലു തുറാബ ദഹബൻ, മൺതരികളെ കീമിയാവ് പൊൻതരികളാക്കി മാറ്റിമറിക്കുമെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. അലാ യതഹബ്ബലു ഹാദ തുറാബു, ഈ മണ്ണ് മാറി മറിയുന്നില്ലയോ? എന്തായിട്ട്? ദഹബൻ, സ്വർണമായി മാറി മറിയുന്നില്ലയോ? ബഅദ അയ്യാമിൻ, ദിവസങ്ങൾക്ക് ശേഷം. ബൽ, എന്തല്ല, പൊൻതരികളല്ല. ബൽ അഅലാ മിനൽ ദഹബ്, ഈ പൊന്നിനേക്കാളും ഉയർന്ന വസ്തുവായിക്കൊണ്ട് ഈ മണ്ണ് മാറി മറിയുന്നുണ്ടല്ലോ. സ്വർണം ഐശ്വര്യമാവില്ലയോ? മനസ്സിലായോ? സ്വർണം ഐശ്വര്യമാവുമോ? ഇദാലം യകുൻ, അത് ആയിട്ടില്ല. എന്തായിട്ടില്ല? ഒന്നായിട്ടില്ല. എങ്ങനത്തെ ഒന്ന്? യഅകുലുഹുന്നാസു, ജനങ്ങൾ ഭക്ഷിക്കുന്ന ഒന്നായിട്ടില്ല. എന്ത്? സ്വർണം. സ്വർണം ജനങ്ങൾ ഭക്ഷിക്കുന്ന ഒന്നായിട്ടില്ല. അങ്ങനെയെങ്കിൽ സ്വർണം കൊണ്ട് ഐശ്വര്യമുണ്ടോ, എന്തെങ്കിലും ഉപകാരമുണ്ടോ എന്ന് ആര് ചോദിക്കുന്നു? പിതാവ് ചോദിക്കുന്നു. വമായുനി ദഹബു, സ്വർണം ഐശ്വര്യമാവുമോ? സ്വർണം മതിയാവുമോ? ഇദാലം യകുൻ മാ യഅകുലുഹു നാസു, ആ സ്വർണത്തെ, ആ ഒന്നിനെ ജനങ്ങൾ തിന്നുന്നില്ല. അങ്ങനെയുള്ള ഒന്നായി സ്വർണം മാറിയാൽ ആ സ്വർണം കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഉപകാരമുണ്ടോ എന്ന് പിതാവ് ചോദിച്ചു. മനസ്സിലായോ? വമായുനി ദഹബു, സ്വർണം ഐശ്വര്യമാവുമോ? ഇദാലം യകുൻ, ഇദാലം യകുൻ, ആ സ്വർണമായിട്ടില്ല. എന്തായിട്ടില്ല? ഒരു വസ്തുവായിട്ടില്ല. എങ്ങനത്തെ ഒന്ന്? യഅകുലുഹുന്നാസു, ആ ഒന്നിനെ ജനങ്ങൾ ഭക്ഷിക്കും. അങ്ങനെയുള്ള ഒരു വസ്തു ആയിട്ടില്ല. എന്ത്? സ്വർണം. മനസ്സിലായോ? സ്വർണം ഭക്ഷിക്കുകയില്ല. അങ്ങനെയുള്ള ഒരു സ്വർണം കൊണ്ട് ജനങ്ങൾക്ക് വല്ല ഉപകാരവും ഉണ്ടോ? ഈ വിത്തുകൾ, അല്ലതി, എങ്ങനത്തെ വിത്തുകൾ? ബദറഹൽ ഫല്ലാഹു, കർഷകൻ വിതറിയ വിത്ത്. മനസ്സിലായോ? ഹാദിഹിൽ ബുദൂറു, ഇതാകുന്നത് വിത്തുകളാണ്. എങ്ങനത്തെ വിത്തുകൾ? ബദറഹൽ ഫല്ലാഹു, കർഷകൻ വിതറിയ വിത്തുകളാകുന്നു ഇവ. വജ്തഹദ ഫീഹാ അയ്യാമൻ, ദിവസങ്ങളോളമായി ഗ്രാമത്തിൽ, എന്താ, പാടത്തിൽ കർഷകൻ എന്ത് ചെയ്തിരിക്കുന്നു? കഠിനാധ്വാനം നടത്തുന്നു. അത് മാറി മറിയുന്നു, എത്തിക്കുന്നു. ബിഹാസിലിൻ കബീരിൻ, മനസ്സിലായോ? ആ വിത്തുകൾ എന്താകുന്നു? ആ വിത്തുകൾ എത്തിക്കുന്നു. ബിഹാസിലിൻ കബീരിൻ, വലിയ വലിയ ഫലങ്ങളായിക്കൊണ്ട്. മനസ്സിലായോ? വലിയ വലിയ റിസൾട്ടുകളായ വിതറിയ വിത്തുകൾ മാറി മറിയുന്നു. മനസ്സിലായോ? ഹാസിലിൻ ഹവാസിലിൻ, എന്ത്? ഫലം.
ഹവാസിൽ. അപ്പൊ ഈ അവൻ കർഷകൻ വിതറിയ വിത്തുകളിൽ അവൻ എന്ത് ചെയ്യുന്നു? ധാരാളം പരിശ്രമം നടത്തുന്നു. പിന്നെ അസത്തി ആ വിത്തുകൾ മാറി മറിയുന്നു, എന്തായിക്കൊണ്ട് വരുന്നു, ആ വിത്തുകൾ വരുന്നു എന്തായിക്കൊണ്ട് ബിഹാസുരിൻ കബീരിൻ വലിയ വലിയ റിസൾട്ടുകളായിക്കൊണ്ട്, ഫലങ്ങളായിക്കൊണ്ട്. മനസ്സിലായോ? അപ്പൊ കർഷകന് ഒരു വിത്തിടുന്നു, അതെന്താകുന്നു? ധാരാളം വലിയ റിസൾട്ടുകൾ ആർക്ക് നൽകുന്നു? കർഷകനിക്ക് നൽകുന്നു. അല്ലാഹു തആല മടക്കുന്നു ഇലൈഹി അവനിലേക്ക് മടക്കി കൊടുക്കുന്നു. ബിഹാദൽ അമലി ഈ അമലിക്ക് പകരമായിക്കൊണ്ട്, അവന്റെ ഈ പ്രവൃത്തിക്ക് പകരമായിക്കൊണ്ട് അല്ലാഹു മടക്കി കൊടുക്കുന്നു. എന്ത്? അല്ലാഹുമാ ബദല അവൻ ചിലവഴിച്ച ഒന്നിന്റെ ഇരട്ടികളായിക്കൊണ്ട് അല്ലാഹു അവനിക്ക് മടക്കി കൊടുക്കുന്നു. മനസ്സിലായോ? സയറുദ്ദുല്ലാഹു അല്ലാഹു തആല മടക്കുന്നു എന്തിന്? ആരിലേക്ക്? ഇലൈഹി ആ കർഷകനിലേക്ക് മടക്കി കൊടുക്കുന്നു. ബിഹാദൽ അമലി ഈ അമലിക്ക് ഈ കഠിനാധ്വാനത്തിന്റെ പകരമായിക്കൊണ്ട് കർഷകനിക്ക് അല്ലാഹു മടക്കി നൽകുന്നു. അല്ലാഹുമാ ബദല അവൻ ചിലവഴിച്ച ഒന്നിന്റെ ഇരട്ടി അല്ലാഹു അവനിലേക്ക് തന്നെ നൽകുന്നു. അങ്ങനെ പിന്നെ നടന്നു ബിഹിം അവരെ കൊണ്ട് നടന്നു. ആര്? അബൂഹും അവരുടെ വന്യപിതാവ് അവരെ കൊണ്ട് നടന്നു. എവിടേക്ക്? അലാ മസ്നായിൻ ഒരു ഫാക്ടറിയിലേക്ക്. ആര് നടന്നു? തന്റെ മക്കളെയും കൊണ്ട് പിതാവ് നടന്നു. മനസ്സിലായോ? ഒരു ഫാക്ടറിയിലേക്ക് ഉപ്പ തന്റെ മക്കളെ കൈപിടിച്ചുകൊണ്ട് നടന്നു. കാനനാസു ജനങ്ങളായിരുന്നു, ഫീഹി ആ മസ്നായിൽ ജനങ്ങളായിരുന്നു, ആകിഫീന മുഴുകിയിരിക്കുന്നവരായിരിക്കുന്നു. മനസ്സിലായോ? ആകിഫ് എന്ന് പറഞ്ഞാല് മുഴുകിയതായിരിക്കും. മനസ്സിലായോ? എങ്ങനത്തെ ഫാക്ടറിയാണ്? ആകിഫീന ഫീഹി അതിലെന്തായിരിക്കുന്നു? മുഴുകിയിരിക്കുന്നു. ആര്? അൽനാസു ജനങ്ങൾ. മനസ്സിലായോ? അവരുടെ സ്വന്തം പ്രവൃത്തികളുടെ മേൽ എന്ത് ചെയ്യുന്നു? അവര് മുഴുകിയിരിക്കുന്നു. മനസ്സിലാകുന്നുണ്ടല്ലോ? ചിലരെന്ത് ചെയ്യുന്നു? പേക്ക് ചെയ്യുന്നു, ചിലര് അത് തൂക്കി വെക്കുന്നു. അങ്ങനെയുള്ള വ്യത്യസ്തമായ പ്രവൃത്തികളിൽ അവര് അവരുടേതായ ജോലികളിൽ മുഴുകിയിരിക്കുന്നു. അങ്ങനെയുള്ള ഫാക്ടറിയിലേക്ക് ജനങ്ങളെയും കൊണ്ട് തന്റെ മക്കളെയും കൊണ്ട് ഉപ്പ നടന്നുപോയി. അപ്പൊ വിയർപ്പാകുന്നത് യസീലു അതെന്താകുന്നു? ഒലിച്ചിറങ്ങുന്നു. മിൻ ജിബാഹിം ജിബാഹ് ജിബാഹ്. മനസ്സിലായോ? അവരുടെ നെറ്റിത്തടത്തിൽ നിന്നും ജിബാഹ് നെറ്റിത്തടം. മനസ്സിലായോ? നെറ്റിത്തടത്തിൽ നിന്നും വിയർപ്പ് എന്ത് ചെയ്യുന്നു? ഒലിച്ചിറങ്ങുന്നു. അവനെന്ത് ചെയ്യുന്നു? നിർമ്മിക്കുന്നു. അഷിയാ വസ്തുക്കൾ. എങ്ങനത്തെ വസ്തുക്കൾ? എന്തായിക്കൊണ്ട്? മുഫീദത്തൻ ഉപകാരപ്രദമാകുന്ന വസ്തുക്കളെ ആക്കി അത് മാറ്റുന്നു, ഉണ്ടാക്കുന്നു. വസനാവു അവര് നിർമ്മിക്കുന്നു. അഷിയാ വസ്തുക്കളെ നിർമ്മിക്കുന്നു. എന്തായിട്ട്? മുഫീദത്തൻ ഉപകാരമുള്ള വസ്തുക്കളായി. ജിദ്ദൻ വളരെയധികം. അപ്പൊ വസനാവു അവർ നിർമ്മിക്കുന്നു. എന്ത്? അഷിയാ വസ്തുക്കളെ. എങ്ങനത്തെ വസ്തുക്കളെ? മുഫീദത്തൻ ഉപകാരപ്രദമായ വസ്തുക്കളെ അവരെന്താകുന്നു? നിർമ്മിക്കുന്നു. ജിദ്ദൻ വളരെയധികം നല്ല ഉപകാരം നൽകുന്ന വസ്തുക്കൾ എന്താകുന്നു? ജനങ്ങൾക്ക് വേണ്ടി അവര് നിർമ്മിച്ചു കൊടുക്കുന്നു. വസ്തുക്കൾ നിർമ്മിച്ച വസ്തുക്കൾ എന്ത് ചെയ്യുന്നു? തുസ്മിറു ലഹും അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നു, ലഭ്യമാക്കി കൊടുക്കുന്നു. തുസ്മിറു അതെന്ത് ചെയ്യുന്നു? ലഭ്യമാക്കി കൊടുക്കുന്നു. മനസ്സിലായോ? തുസ്മിറു അവർക്ക് ലഭ്യമാക്കി കൊടുക്കുന്നു. ലഹു ആ വസ്തുക്കൾ അവർക്ക് നൽകിക്കുന്നു. ലഹു എന്ന് പറഞ്ഞാല് ആ നാസിനി ആ ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന ആക്കിഫീങ്ങളായ ജനങ്ങളുണ്ടല്ലോ, പ്രാമിലികളുണ്ടല്ലോ, പ്രവർത്തകർ, അവർക്ക് നൽകുന്നു. മനസ്സിലാകുന്നുണ്ടല്ലോ? തുസ്മിറു ആ വസ്തുക്കൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നു. ആർക്ക്? ലഹും ആ ജനങ്ങൾക്ക്, ഫാക്ടറിയിൽ മുഴുകിയ തൊഴിലാളികൾക്ക് നൽകുന്നു. എന്ത്? മാലൻ കസീറ ധാരാളം സമ്പത്ത് എന്താകുന്നു? അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നു. ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കും ജനങ്ങൾ, ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ഈ പ്രൊഡക്റ്റ് ജനങ്ങൾക്ക് വേണ്ടി അവർ വിൽക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? പൈസ ലഭിക്കുന്നു. അതാ പറഞ്ഞത് തുസ്മിറു ലഹും മാലൻ കസീറ ധാരാളം സമ്പത്ത് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നു, നൽകുന്നു. അത് എന്താക്കി കൊടുക്കുന്നു? നേടിക്കൊടുക്കുന്നു. മനസ്സിലായോ? അത് നിറവേറ്റി കൊടുക്കുന്നു. ആർക്ക്? ലിന്നാസി ജനങ്ങൾക്ക് നിറവേറ്റി കൊടുക്കുന്നു. ജനങ്ങൾക്ക് നിറവേറ്റി കൊടുക്കുന്നു. എന്ത്? ഹാജാത്തിൻ കബീറ ഹാജാത്തിൻ കബീറത്തൻ വലിയ വലിയ ഹാജാത്തുകൾ. മനസ്സിലായോ? അതെന്താകുന്നു? നിറവേറ്റി കൊടുക്കുന്നു. ലിന്നാസി ജനങ്ങൾക്ക് നിറവേറ്റി കൊടുക്കുന്നു. ഹാജാത്തിൻ കസീറത്തി ഹാജാത്തിൻ കബീറത്തൻ വലിയ വലിയ
ആവശ്യങ്ങൾ എന്താകുന്നു, അവര് ആ ആയുധങ്ങൾ വസ്തുക്കൾ എന്താകുന്നു നിറവേറ്റി കൊടുക്കുന്നു. മനസ്സിലായോ? കപ്പി ഉണ്ടാകുന്നു, ജനങ്ങൾക്ക് വെള്ളം കോരി കൊടുക്കാൻ അത് ഉപയോഗിക്കുന്നു. പിന്നെ മറ്റു സാധനങ്ങൾ, കസേരകൾ ഉണ്ടാക്കുന്നു, ആ കസേര അവർക്ക് കാലും വേദനിക്കുമ്പോൾ ഇരിക്കാനുള്ള ഒരു ഇരിപ്പിടമായി മാറുന്നു. അങ്ങനെ ധാരാളം ഉപകാരങ്ങളെ ഓരോരോ വസ്തുക്കളും വ്യത്യസ്തമായ ഉപകാരങ്ങൾ എന്താവുന്നു നേടിക്കൊടുക്കുന്നു, പൂർത്തീകരിക്കുന്നു, നിറവേറ്റി കൊടുക്കുന്നു. അപ്പോൾ ഉപ്പ പറഞ്ഞു, കീമിയാകുന്നത് കുട്ടികളെ കീമിയാകുന്നത് അതെന്താകുന്നു യഥാർത്ഥത്തിൽ നെറ്റിത്തടത്തിലെ വിയർപ്പാകുന്നു. മനസ്സിലായോ? അർത്ഥം എന്ന് പറഞ്ഞാല് വിയർപ്പ്. മനസ്സിലായോ? രസതന്ത്രം കീമിയാകുന്നത് നെറ്റിത്തടത്തിലെ വിയർപ്പാകുന്നു കുട്ടികളെ. കദ് എന്ന് പറഞ്ഞാല് അധ്വാനം, അധ്വാനമാകുന്നു. ആ കദ്ദുല്യത് കൈയുടെ അധ്വാനവും നെറ്റിത്തടത്തിലെ വിയർപ്പുമാകുന്നു ഏത് കീമിയാവ്. മനസ്സിലായോ? മാലവിഹിം അവരെ കൊണ്ട് എന്ത് ചെയ്തു? നടന്നു. മാലവിഹിം അവരെ കൊണ്ട് നടന്നു. തെറ്റി എവിടേക്ക്? ഒരു മുഅല്ലിമിന്റെ സദസ്സിലേക്ക്. മനസ്സിലായോ? ഹൽഖത്ത് എന്ന് പറഞ്ഞാല് നമ്മള് ദർസിലൊക്കെ കാണുന്നത് ഒരു ഉസ്താദും ചുറ്റും എന്താകുന്നു കുട്ടികൾ ഇരിക്കുന്ന ആ അറിവിന്റെ ആ സദസ്സ്. മനസ്സിലായോ? അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഹൽഖത്തു മുഅല്ലിമീൻ, ഒരു അധ്യാപകന്റെ ഹലക്കയിലേക്ക് എന്ത് ചെയ്യുന്നു? ഹൽഖത്തിലേക്ക് കുട്ടികളെയും കൊണ്ട് പോയി. മനസ്സിലായോ? അപ്പൊ കീമിയ എന്താന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി ആദ്യം പാടത്ത് പോയി, പിന്നെ ഒരു ഫാക്ടറിയിലേക്ക് പോയി, പിന്നെ പള്ളിയിലെ ഒരു അറിവ് നുകരുന്ന ആ സദസ്സിലേക്കും കുട്ടികളെയും കൊണ്ട് പോയി. ഹൽഖത്ത് എന്ന് പറഞ്ഞാല് അഥവാ ഈ കുട്ടികളൊക്കെ ഇരിക്കുന്ന ആ സ്ഥലം ഉണ്ടല്ലോ, ആ വട്ടത്തില് ഇരിക്കുന്ന സ്ഥലം, അതിനെന്താ പറയാ? ഹൽഖത്തു മുഅല്ലിമിന്റെ ക്ലാസ്സിലേക്ക് എന്ത് ചെയ്തു? കുട്ടികളെ തന്റെ മക്കളെയും കൊണ്ട് പിതാവ് പോയി. എന്നിട്ട് പിന്നെ ഒരു ഉപദേശകന്റെ സദസ്സിലേക്ക്. മനസ്സിലായോ? വാളിന്റെ മജ്ലിസിലേക്കും, ഒരു വായിൽ നിന്നാണ് ഉപദേശകൻ, മജ്ലിസ് എന്ന് പറഞ്ഞ സദസ്സ്, ഒരു ഉപദേശകന്റെ സദസ്സിലേക്കും, അഥവാ വായിലിന്റെ ജനങ്ങളെ ഉപദേശിച്ച് നന്നാക്കുന്ന ഒരു വായിലിന്റെ സദസ്സിലേക്കും തന്റെ മക്കളെയും കൊണ്ട് പോയി. പിന്നെ എന്നിട്ട് പറഞ്ഞു വക്കാല, എന്നിട്ട് പിതാവ് പറഞ്ഞു യാ ഔലാദി കുട്ടികളെ, അൽ ഇൻസാനു മനുഷ്യനാകുന്നത് അഅലാ ശൈഇൻ ഫിൽ വുജൂദ് ഇപ്പോൾ ഉള്ളതിൽ വെച്ച് അഅലാ ശൈഇൻ ഏറ്റവും മുന്തിയ വസ്തുവാകുന്നു. മനസ്സിലായോ? അഅല എന്ന് പറഞ്ഞാൽ ഏറ്റവും മുന്തിയ വസ്തുവാകുന്നു. ഫിൽ വുജൂദ് ഇപ്പോൾ നമ്മുടെ ഈ പ്രസന്റിലുള്ള വസ്തുവിൽ നിന്ന് ഏറ്റവും നല്ല മേന്മയുള്ള നല്ല ഗുണമുള്ള ഒരു വസ്തുവാകുന്നത് മനുഷ്യൻ. പിന്നെ തസ്കീഫ് എന്ന് പറഞ്ഞാല് അവനെ ഉപദേശിച്ച് സംസ്കരിച്ചെടുക്കുക. മനസ്സിലായോ? ഈ മനുഷ്യരെ ഉപദേശിച്ച് സംസ്കരിച്ചെടുക്കുക, വിദ്യ നൽകി ഉപദേശിച്ച് സംസ്കരിച്ചെടുക്കുക. മനസ്സിലായോ? അഥവാ അവർക്ക് അറിവ് നൽകണം. എന്നിട്ട് എന്താവണം? അറിവ് നൽകിയ മാത്രം പോലെ ആ അറിവ് നൽകിയതിൽ നിന്ന് അവനെ ഇങ്ങനെ നല്ല ഒരു ആത്മസംസ്കരണം നേടിയതായിരിക്കും. അഥവാ സഖാഫത്ത് കൊണ്ട് ഉദ്ദേശിക്കുക അറിവ് നൽകി സംസ്കരിച്ചെടുക്കുക. മനസ്സിലാവുന്നുണ്ടല്ലോ? അതിനെന്താ പറയാ? തസ്തീഫ് എന്ന് പറയാം. അപ്പൊ അറിവ് നൽകി സംസ്കരിച്ചെടുക്കുക, മനുഷ്യനെ അറിവ് നൽകി ജ്ഞാനം നൽകി അവനിക്ക് ആത്മസംസ്കരണം നൽകുക. വൈസ്ലാഹു അവനെ നല്ല വഴിയിലേക്കാക്കി നടത്തുക, അവനിക്ക് നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത് നേർവഴിയിലേക്ക് നടത്തുക എന്നുള്ളത് അഫ്ദലു, അതാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. അഥവാ ജനങ്ങൾക്ക് ജ്ഞാനം നൽകി അവനെ ആത്മസംസ്കരണം നടത്തുക എന്നുള്ളത് അഫ്ദലു, അതേറ്റവും ശ്രേഷ്ഠമായതാണ്. ഈ മണ്ണിനെ പൊന്നാക്കി മാറ്റി മറിക്കുന്നതിനേക്കാളും ഏറ്റവും ശ്രേഷ്ഠമായതാണ് എന്ത്? മനുഷ്യനിക്ക് ജ്ഞാനം നൽകി വിദ്യ നൽകി അവനിക്ക് ആത്മസംസ്കരണം നൽകുക എന്നത് അഫ്ദലു മിനൽ മീൻ തഹ്വീലി തുറാബി ദഹബ. ഈ മണ്ണിനെ പൊന്നാക്കി മാറ്റി മറിക്കുന്നതിനേക്കാളും ഏറ്റവും ശ്രേഷ്ഠമായതാണ് ഏത്? മനുഷ്യന്റെ ആത്മസംസ്കരണം നൽകുക എന്നത്. ഈ
കുട്ടികൾ പഠിച്ചാൽ അവര് വിദ്യ നുകർന്നാൽ ഈ വിദ്യാർത്ഥികൾ വിദ്യ നുകർന്നാൽ അങ്ങനെ നേരത്തെ പോയി അറിവ് പകർന്നു കൊടുക്കുന്ന സദസ്സിലേക്ക് പോയി. പിന്നെ എന്ത് ചെയ്തു? ജനങ്ങൾക്ക് ഉപദേശം നൽകുന്ന സദസ്സിലേക്ക് പോയി. ഈ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അറിവ് നുകർന്നാൽ ഈ ഉപദേശം നൽകിയ ഈ ജനങ്ങൾ അവർ സന്മാർഗം പ്രാപിച്ചാൽ, സന്മാർഗത്തിലേക്കായാൽ കാനലിൽ മുഅല്ലിമി ഈ അധ്യാപകനിക്കുണ്ട്, ഈ ഉപദേശകനിക്കുമുണ്ട് എന്ത്? സ്വദഖത്തുൻ ജാരിയത്തുൻ എപ്പോഴും ഇങ്ങനെ ലഭിച്ചു കൊണ്ടിരിക്കുന്ന സ്വദഖത്തുൻ ജാരിയ എന്താണെന്ന് അറിയാലോ? ഒരാൾ മരിച്ചപ്പോ എല്ലാവരും അമലും എന്താവും? ആ മരിച്ച ആളുടെ അമലൊക്കെ അവിടെ ക്ലോസ് ചെയ്തു. പക്ഷെ അവർക്ക് എന്താകും? എപ്പോഴും ഇങ്ങനെ അവരുടെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സ്വദഖ, മനസ്സിലായ? പ്രതിഫലം ഉണ്ട്. അതിനെന്താ പറയാ? സ്വദഖത്തുൻ ജാരിയ, എപ്പോഴും അണമുറിയാതെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിഫലം. അവർക്ക് എന്തുണ്ട്? ഇങ്ങനെ അണമുറിയാതെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഫലമുണ്ട്. ലഹു അജ്റു, അവനിക്ക് പ്രതിഫലമുണ്ട്. എന്തിന്റെ? കുല്ലുമായ മിൻ ഖൈരി വബിരി, എന്ത് ഗുണത്താലും ഖൈരിനാലും അവനിക്ക് ഓരോ വലഹു അവനിക്കുണ്ട് അജ്റു, പ്രതിഫലമുണ്ട്. മനസ്സിലായോ? കുല്ലിമായ അമലു, എല്ലാ ഓരോരുത്തരും ചെയ്യുന്ന പ്രതിഫലം ഉണ്ട്. മനസ്സിലായോ? ഇക്കൂട്ടർ എല്ലാ ഓരോരുത്തരും ചെയ്യുന്ന ഓരോന്നിന്റെയും പ്രതിഫലം അവനിക്കുണ്ട്. മിൻ ഖൈരിൻ, ഖൈരിനാലും വബിരിൻ, ഗുണത്താലും. മനസ്സിലായോ? അവ ഇങ്ങനെയുള്ള ഗുണത്താലും നല്ല നല്ല കാര്യത്താലും ഈ കൂട്ടർ ചെയ്യുന്ന ഓരോന്നിന്റെയും പ്രതിഫലം ഇവന്റെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ അണമുറിയാതെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ലഹു അജ്റു കുല്ലി മാ യഅമലു ഹൗലായി മിൻ ഖൈരിൻ വബിരിൻ, ഇങ്ങനെയുള്ള ഗുണത്താലും ഖൈരിനാലും ഇക്കൂട്ടർ ചെയ്യുന്ന ഓരോന്നിന്റെയും പ്രതിഫലം ആർക്ക്? ഈ മുഅല്ലിമിനിക്ക്, ഈ വാഴുന്നിനിക്ക് ഉണ്ട്. വലിദാലിക, ഇക്കാരണത്താൽ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. സയ്യിദിന, ആരോട് പറഞ്ഞിരിക്കുന്നു? സയ്യിദിന അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞിരിക്കുന്നു. കറമല്ലാഹു വജ്ഹഹു, അല്ലാഹു തആല അദ്ദേഹത്തിന്റെ മുഖത്തെ എന്താവട്ടെ ബഹുമാനിക്കട്ടെ എന്ന് പറഞ്ഞാൽ അല്ലാഹു അദ്ദേഹത്തെ എന്താവട്ടെ ബഹുമാനിക്കട്ടെ. അലി റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹു ബഹുമാനിക്കട്ടെ. അങ്ങനെയുള്ള അലി റളിയല്ലാഹു അൻഹുവിനോട് ആര് പറഞ്ഞിരിക്കുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. എന്ത്? യാ അലി, അലിയെ റളിയല്ലാഹു അൻഹു, ലൻ യഹ്ദി അല്ലാഹു ബിക റജുലൻ, അല്ലാഹു നിന്നെ കൊണ്ട് ആരെങ്കിലും ലൻ യഹ്ദിയ സന്മാർഗത്തിലേക്കാക്കിയാൽ, മനസ്സിലായോ? ലൻ യഹ്ദിയ സന്മാർഗത്തിലേക്കാക്കിയാൽ, ബിക നിന്നെ കൊണ്ട് ആരെങ്കിലും, റജുലൻ ഏതെങ്കിലും ഒരു പുരുഷൻ നിന്നെ കൊണ്ട് സന്മാർഗത്തിലേക്കായാൽ, അല്ലാഹു നിന്നെ കൊണ്ട് ആരെങ്കിലും ഒരു വ്യക്തിയെ സന്മാർഗത്തിലേക്കാക്കിയാൽ, മനസ്സിലായോ? അല്ലാഹു സന്മാർഗം നൽകിയാൽ, ബിക നിന്നെ കൊണ്ട് ആർക്ക്? റജുലൻ ഏതെങ്കിലും ഒരു പുരുഷനിക്ക്, ഏതെങ്കിലും ഒരാൾക്ക് നിന്നെ കൊണ്ട് ഒരു സന്മാർഗം ലഭിക്കുകയാണെങ്കിൽ ഖൈറുൻ, അത് ഏറ്റവും ഖൈറാണ് ലക നിനക്ക്, മിൻ ഹുംരിൻ നിഅം, ഹുംറ എന്നാൽ ചുവന്ന, ഹുംരിൻ നിഅമി ചുവന്ന ഒട്ടകത്തെക്കാളും. മനസ്സിലായോ? അഥവാ ചുവന്ന ഒട്ടകം എന്ന് പറഞ്ഞാൽ പണ്ട് അറബികളിൽ ചുവന്ന ഒട്ടകം ഉണ്ടാകുന്നുള്ളത് എന്താണ്? ഏറ്റവും പ്രൗഢിയായിട്ടുണ്ട്. മനസ്സിലായി? ഇപ്പൊ ഒരു BMW അല്ലെങ്കിൽ ഒരു ഓഡി അല്ലെങ്കിൽ റോൾസ് റോയ്സ് അങ്ങനെയുള്ള കാറുകൾ നമുക്കിപ്പോ വില പിടിപ്പാണല്ലോ. അപ്പൊ അതേപോലെയായിരുന്നു പണ്ടത്തെ ഒട്ടകം. അപ്പൊ ചുവന്നൊട്ടകത്തിന്റെ സ്ഥാനം. അപ്പൊ ഈ കാര്യങ്ങളെക്കാളും ഏറ്റവും നിനക്ക് എന്താണ് നല്ലത്? എന്താണ്? ഖൈറുൽ ലക മിൻ ഹുംരിൻ നിഅം, അത് ചുവന്ന ഒട്ടകത്തെക്കാളും നിനക്ക് ഏറ്റവും അനുഗ്രഹമാണ്, ഖൈറാണ് എന്ന് അലി റളിയല്ലാഹു അൻഹുവിനോട് റസൂൽ പറഞ്ഞത് എന്താണ്? ലൻ യഹ്ദി അല്ലാഹു ബിക റജുലൻ വാഹിദ, നിന്നെ കൊണ്ട് ഏതെങ്കിലും ഒരു പുരുഷനിക്ക് അല്ലാഹു സന്മാർഗം നൽകുകയാണെങ്കിൽ അത് ഏറ്റവും ചുവന്ന ഒട്ടകത്തെക്കാളും ഏറ്റവും നല്ലതാണെന്ന്, ഖൈറാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. മനസ്സിലായോ? കാരണം എന്താ? ഇങ്ങനെ അത് എപ്പോഴും നിനക്ക് ഇങ്ങനെ ജാരിയായ സദഖയായിക്കൊണ്ട് ലഭിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ കുട്ടികൾ എന്ത് ചെയ്തു? തൃപ്തരായി, തൃപ്തിപ്പെട്ടു. വശക്കറു, അവര് നന്ദി പറഞ്ഞു. അബാഹു, തന്റെ അവരുടെ പിതാവിനോട് എന്ത് ചെയ്തു? അവര് നന്ദി പറഞ്ഞു. വറജഉ, അവർ മടങ്ങി. വഖദ് തഅല്ലമുൽ കീമിയ, അവര് കീമിയ എന്താണെന്ന് അവര് പഠിച്ചെടുത്തു. മനസ്സിലായോ? അപ്പൊ കീമിയ എന്താ?
ഇവിടെ പറഞ്ഞിട്ടുണ്ട്, പാഠത്തിൽ പറഞ്ഞു. നേരത്തെ പറഞ്ഞത് സ്വർണത്തെ ഇങ്ങനെ പൊന്നാക്കി മാറ്റുന്ന ഒരു വിദ്യക്കാണ് എന്താ പറയാ കീമിയ എന്ന് പറഞ്ഞിട്ട് കൂട്ടുകാർ ചർച്ച തുടങ്ങി. അപ്പൊ പിതാവ് കാണിച്ചു കൊടുത്തത് സ്വർണത്തെ പൊൻതരികളാക്കി മാറ്റിമറിക്കുന്നത്, പിന്നെ അവര് നെറ്റിത്തടങ്ങൾ കൊണ്ട് അവര് പൊൻതരികളെ നേടിയെടുക്കുന്നത്, പിന്നെ അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ മനസ്സിലാവും. അതോ പൊൻതരി ഇവിടെ കീമിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? നല്ലൊരു സമ്പത്ത് ലഭിക്കുക, അത് ആഖിറത്തിലായാലും ദുനിയാവിലായാലും. അപ്പൊ ഏറ്റവും നല്ലത് എന്ത്? ആഖിറത്തില് നമുക്ക് സമ്പത്ത് ഇങ്ങനെയാണ് മുറിയാതെ ലഭിക്കുന്ന സമ്പത്തിനേക്കാണ് എന്ത് ഏറ്റവും അഫ്ളൽ എന്ന് ഇവിടെ സൂചിപ്പിച്ചു. അപ്പോ പാഠം നല്ല രീതിയിൽ പഠിച്ചെടുക്കുക. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.